നായിക്ക് എല്ലും കഷ്ണം കിട്ടിയ ഒരു അവസ്ഥയാണ് ഇന്ന് വേടൻ്റെ അവസ്ഥ മറ്റുള്ളവരുടെ. കാരണം ഉണ്ടല്ലോ, അദ്ദേഹം ഈ ഒരു പോപ്പുലർ ആയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ന്യൂസ്. ഇതിനു മുമ്പും ഈ വേടനെ പിടിച്ചിട്ടുണ്ട്. അത് അത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു കേസിൽ തന്നെ വണ്ടിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ കഞ്ചാവ് കേസിൽ തന്നെ പിടിച്ചിട്ടുണ്ട് വേടനെ. പക്ഷെ അത് അന്നത്തെ പബ്ലിസിറ്റി ഉണ്ടായില്ല. കാരണം അദ്ദേഹം ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയിട്ടില്ല, അതൊന്ന്. അപ്പോൾ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയത് കൊണ്ടും മറ്റുള്ളവരെ വെറുപ്പിച്ചത് കൊണ്ടും അദ്ദേഹത്തിനെ പിടിച്ച് 5 ഗ്രാം കഞ്ചാവിൻ്റെ പേരിലാണ് ഈ ലോക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസുള്ളൂ. കിലോ കണക്കിന് ഇവിടെ പിടിച്ചിട്ട് ഇറങ്ങി പോരുന്നുണ്ട്. ജാമ്യം കിട്ടും അല്ലാതെയൊക്കെ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പുലിനകുവ എന്തൊക്കെയോ പുലിപ്പല്ല് അങ്ങനെയൊക്കെ എന്തൊക്കെയോ കേസുകൾ വേറെയും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സാധനം ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്, ഈ സാധനം യൂസ് ചെയ്യുന്നതും തെറ്റാണ്, വിൽക്കുന്നതും തെറ്റാണ്, കയ്യിൽ ഉപയോഗിക്കുന്നത് എല്ലാം തെറ്റ് തന്നെ. നമ്മൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പേരിലാണ് വേടനെ പിടിച്ച് അകത്തിട്ടെന്ന് ആരോ പറഞ്ഞു. ഒരിക്കലുമില്ല. വേടൻ ചെയ്ത ഒരു തെറ്റുണ്ട്, ഒന്നല്ല 2-3 തെറ്റുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെറുപ്പിക്കാൻ പാടില്ലാത്ത ആൾക്കാരെ വെറുപ്പിച്ചു. ഒന്ന്, രാഷ്ട്രീയക്കാരെ, മതപരമായിട്ടുള്ളവരെ, അതുപോലെ നിയമപാലകരെ, ഇവരെയൊക്കെ നല്ല രീതിക്ക് വിറപ്പിച്ചു. സോങ്ങുകളിലൂടെയും ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന് പലവരും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിനെ പലവരും ഇഷ്ടപ്പെടുന്നത്. ഒരു വിഭാഗക്കാരെ ഇഷ്ടപ്പെടുന്നത്, ഒരു വിഭാഗക്കാർ വെറുക്കുന്നത്. ആ വെറുക്കുന്ന വിഭാഗക്കാർക്ക് കുറച്ച് പവർ കൂടുതലുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചങ്ങോട്ട് ലോക്ക് ചെയ്തു. അല്ലാണ്ട് 5 ഗ്രാം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റിയ 5 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിലാണ് വേടനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നതും വേടനെ അകത്തിടാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും പുറത്തിറങ്ങുമ്പോൾ പറയുമെന്നല്ല പറഞ്ഞത്. പിന്നെ വേടൻ ചെയ്തൊരു തെറ്റുണ്ട്, ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഞാൻ കണക്കൂട്ടുന്നത് തെറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാൻസാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ അദ്ദേഹം പ്രോഗ്രാം കാണാൻ വന്ന കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും അദ്ദേഹം സ്റ്റേജിൽ നിന്നൊരു വാക്ക് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്യരുത്, ഇത് ഭയങ്കരമായിട്ട് നമ്മളെ കൊല്ലുന്ന ഒരു സാധനമാണ്. സിന്തറ്റിക് ഡ്രഗ്സൊക്കെ പോലുള്ള ഐറ്റംസ്, അച്ഛൻ മകനെ അങ്ങനെയൊക്കെയുള്ളൊരു കഥകളൊക്കെ പറഞ്ഞ് ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് തെറ്റായിട്ട് ഇപ്പോൾ ട്രോളായിട്ടും മറ്റുള്ളവർ മുന്നേ വേടനെ പിടിച്ചു, വേടൻ ഇത് യൂസ് ചെയ്യുന്നത്, അതായത് ആശാന് അടുപ്പിലും ഷിറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ഞാനത് ചിന്തിക്കുകയാണ്, അദ്ദേഹം അവിടെ വന്നിട്ട് അത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്നെപ്പോലെ ആവ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞേക്കണത്. എന്നിട്ടും അതെടുത്ത് ട്രോള് മുഖേന മറ്റുള്ളവരിലേക്ക് അറിയിച്ചു. എന്താണ് ഇപ്പോൾ പ്രശ്നം? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഗ്രാം പിടിച്ചതിൻ്റെ അല്ല, ഇത് വേറെ കളി. അതായത് അദ്ദേഹം വെറുപ്പിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടരെ വെറുപ്പിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ചതി അദ്ദേഹം ചെയ്തത്.